അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷങ്ങളൊക്കെ? സുഖം, തന്നെ, വീട്ടിലൊക്കെ സന്തോഷം, കുടുംബത്തിലൊക്കെ സന്തോഷം. അപ്പോൾ നമ്മുടെ അവസാനത്തെ സ്ട്രാറ്റജിയാണ് പാരൻറ്റിങ്ങിലെ. ക്ലാസ് തീർന്നു. 37ാമത്തെ ക്ലാസ്സാണ്. 37ാമത്തെ അവസാനത്തെ ക്ലാസ്. ഓർമ്മ ഉണ്ട് ഇതുവരെ പഠിച്ചതൊക്കെ? ഓരോ സ്ട്രാറ്റജീസും പ്രാക്ടീസ് ചെയ്തിരുന്നോ? എന്തെങ്കിലും മാറ്റം ഉണ്ടോ ക്ലാസ് കേട്ടതുകൊണ്ട്? പ്രാക്ടീസ് ചെയ്തവർക്കൊക്കെ മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ കേട്ടോ, ഇൻഷാ അല്ലാ. എന്തൊക്കെ മാറ്റം ഉണ്ടായോ ഇല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടാനായി കാര്യങ്ങളൊക്കെ. വെറുതെ കണ്ട് ക്ലാസ് കേട്ട് പോയൊരു കാര്യമില്ലല്ലോ. ഇന്ന് നമുക്ക് പറയാനുള്ള സ്ട്രാറ്റജി 12ാമത്തെ സ്ട്രാറ്റജിയാണ്. കണക്ട് ത്രൂ കോൺഫ്ലിക്റ്റ്. കണക്ട് ത്രൂ കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ് 12ാമത്തെ സ്ട്രാറ്റജി. കുട്ടിയുടെ ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണിത്, കണക്ട് ത്രൂ കോൺഫ്ലിക്റ്റ് എന്നുള്ളത്. ഈ കണക്ട് ത്രൂ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ പ്രോബ്ലം സോൾവിങ്ങും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പഠിപ്പിക്കാനുള്ളൊരു മാർഗ്ഗമാണിത്. പ്രോബ്ലം സോൾവിങ്ങും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും. സ്വാഭാവികമാണ്, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാവും. അതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാം. ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സഹായമില്ലാതെ, പരസഹായമില്ലാതെ സ്വന്തമായിട്ട് എങ്ങനെ പ്രോബ്ലംസിനെ നമുക്ക് സോൾവ് ചെയ്യാം, അതുപോലെ എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് റോൾ പ്ലേ എന്നുള്ള സംഗതിയാണ്. റോൾ പ്ലേ. അപ്പോൾ നമ്മൾ കുട്ടികളെ, നമ്മളെ മക്കളെ വിളിച്ചിട്ട് പറയണേ, ഈയും എൻ്റെ ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ എൻ്റെ അനിയന്, അല്ലെങ്കിൽ അയൽവാസി, അങ്ങനെ ആരോ, നിങ്ങൾ രണ്ടുപേരും കളിക്കുന്നതിടയിൽ നീ അവളെ വെറുതെ തോണ്ടിയപ്പോൾ അവൾ നിലത്ത് വീണ് മുറിയായി. അങ്ങനെയാണെങ്കിൽ അവൾ കരയാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ എങ്ങനെ ഡീൽ ചെയ്യുക, ഈ എന്താ ചെയ്യുക എന്ന് ചോദിക്കാം. അപ്പോൾ അവന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓരോന്നായാലും ഇങ്ങനെ ആവില്ല, അങ്ങനെ ആവില്ല, ഇങ്ങനെ ആവില്ല. അങ്ങനെ അവസാനം അവനെ കൊണ്ട് തന്നെ നല്ലൊരു സൊല്യൂഷൻ എത്തുമ്പോൾ ഈ സൊല്യൂഷൻ കുഴപ്പമില്ല, നന്നായി എടുത്തോ, ആകുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് സംഭവിച്ചാൽ ഇല്ലാത്തൊരു സംഗതിയെ നമ്മൾ കുട്ടിയോട് എന്ത് ചെയ്യണം, ഒരു കോൺഫ്ലിക്റ്റ്, ഇല്ലാത്തൊരു കോൺഫ്ലിക്റ്റ് നമ്മൾ സങ്കല്പിച്ചു. അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് സങ്കല്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, അതിനെ വിഷ്വലൈസ് ചെയ്യണം. എന്നിട്ട് അതിനുള്ള പ്രോബ്ലംസിൻ്റെ ഉള്ള സൊല്യൂഷനെ കുട്ടിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കണം. അവസാനം നല്ലൊരു സൊല്യൂഷനിലേക്ക് കുട്ടിയെ എത്തിക്കണം നമ്മൾ. അതോടുകൂടി കുട്ടിയുടെ ബ്രെയിൻ അത്രയും ഡെവലപ്പ് ആവണം. നമ്മളിത് 2-3 സംഭവങ്ങൾ മാത്രം ഒരു ഉദാഹരണമായിട്ട് നമ്മൾ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇത് കാരണത്താൽ കുട്ടിയുടെ ലൈഫിൽ തന്നെ അട്ടർലി ചേഞ്ച് ആവുന്ന ഒരുപാട് ഡെസിഷൻസ്, തീരുമാനങ്ങൾ, സൊല്യൂഷൻസ് കുട്ടികൾ എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം അതിനനുസരിച്ച് ചെറുപ്പം മുതലേ കുട്ടിയുടെ തലച്ചോറ് വലുതാവും, വളരും. നമ്മൾ ആലോചിച്ച് നോക്കി, ഭയങ്കര മഹത്വമുള്ള പവറുള്ളൊരു സംഗതിയാണിത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ മുതലേ റോൾ പ്ലേ നല്ലതാണ്. കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിച്ചിട്ട് അതിനൊക്കെ സങ്കല്പിച്ചിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത്, കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ കുട്ടിയെ കൊണ്ട് തന്നെ ബ്രെയിൻ സ്റ്റോം ചെയ്യിപ്പിക്കുക. അങ്ങനെ ആയാൽ കുട്ടി ചെറുപ്പത്തിൽ തന്നെ മെച്ചോർഡാവും. നല്ല തീരുമാനങ്ങളായിരിക്കും കുട്ടിയുടെ ഭാഗത്തുനിന്ന് വരിക. നല്ല തീരുമാനങ്ങൾ മാത്രമായിരിക്കും കുട്ടി എടുക്കുകയും ചെയ്യുക. അപ്പോൾ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള നമുക്ക് ഒരു മാർഗ്ഗം അതാണ്. മറ്റൊന്നാണ് ഫാമിലി മീറ്റിങ്സ് എന്നുള്ളത്. അപ്പം നമ്മൾ വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മീറ്റിംഗ് വെക്കുക. മീറ്റിംഗ് കാരണം സാധാരണ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ തന്നെ, എന്നിട്ട് ഈ ആഴ്ചയിലുണ്ടായ നമ്മളെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനെ ഡിസ്കസ് ചെയ്യുക. കുട്ടികളൊക്കെ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻസ് നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഉമ്മ പറയും, വാപ്പ പറയും, മക്കളും പറയും, അവരെ കൊണ്ട് കഴിയുന്നതൊക്കെ. എന്നിട്ട് നല്ലൊരു തീരുമാനം എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്യണം, ഓരോന്ന് വാച്ച് ചെയ്യണം, ഓരോന്ന് കേൾക്കണേ, പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണേ, പ്രശ്നത്തിലുള്ള വ്യത്യസ്ത പരിഹാരങ്ങൾ കുട്ടി കേൾക്കണേ. അതിൽ ഏറ്റവും നല്ലൊരു സൊല്യൂഷന് മാതാപിതാക്കൾ എടുക്കുന്നത് കുട്ടി കേൾക്കണേ. സ്വാഭാവികമായിട്ടും ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു സംഗതി കണ്ടും കേട്ടും വളരുന്നൊരു കുട്ടി വളരെ മെച്ചോർഡാവും, പക്വത രൂപപ്പെടും, എങ്ങനെ തീരുമാനിക്കണമെന്ന് കുട്ടി മനസ്സിലാക്കും. അതിനനുസരിച്ച് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ആവും. അതിൽ ചെയ്യുന്ന മറ്റൊന്നതാണ് കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ് എന്നുള്ളത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അമ്മയും വാപ്പയും തന്നെ തീരുമാനം എടുക്കാതെ കുട്ടീനെ വിളിച്ചിട്ട് കുട്ടിയോട് പറയാം, ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ എന്ത് ചെയ്യാന്ന് ചോദിക്കുക. അപ്പോൾ കുട്ടി ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറയും. എന്നിട്ട് കുട്ടിയും ഉമ്മയും കൂടി, രണ്ടാളും കൂടി എന്ത് ചെയ്യുക, അഭിപ്രായം എടുക്കുക. സംഗതി ഉമ്മനായിരിക്കും അഭിപ്രായം എടുത്തിട്ടുണ്ടാവും, പക്ഷേ കുട്ടിയോടും കൂടി ഉൾക്കൊള്ളിച്ചിട്ട് അഭിപ്രായം എടുക്കുക. അപ്പോൾ കുട്ടി എന്ത് മനസ്സിലാക്കും, എൻ്റെ അഭിപ്രായത്തിനൊക്കെ വില ഉണ്ട്, ഈ പ്രായത്തിൽ തന്നെ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് അഭിപ്രായം എടുക്കാനുള്ള ഒരു പക്വതയൊക്കെ എത്തിയിട്ടുണ്ടെന്ന് കുട്ടി മനസ്സിലാവും. സ്വാഭാവികമായിട്ടും ആ ഒരു പക്വതയിലേക്ക് കുട്ടി വളരെ പെട്ടെന്ന് എത്തും ചെയ്യും. അപ്പോൾ ആ രൂപത്തിൽ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യാനുള്ള മറ്റൊരു മാർഗ്ഗമാണത്. മറ്റൊന്നാണ് യൂസ് പോസിറ്റീവ് ലാംഗ്വേജ്. ഒരിക്കലും നമ്മൾ കുട്ടികളോട് എന്ത് ചെയ്താൽ അവരെ ബ്ലെയിം ചെയ്യരുത്, അവരെ കുറ്റപ്പെടുത്തരുത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ബ്ലെയിം ചെയ്യുക എന്നുള്ള ഒരിക്കലും നല്ല സൊല്യൂഷൻ അല്ല. മറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താ വെച്ചാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതിന് പകരം എന്ത് ചെയ്യുക, നമ്മളെ കുട്ടിയെ എന്താണ്, കുട്ടിയുടെ നീഡ് എന്താണ്, കുട്ടിയുടെ ഫീലിംഗ് എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കുക. വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക. അല്ലാതെ കുട്ടി എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ദേഷ്യപ്പെടുക ഒന്നും ചെയ്യരുത്, ചാടി വീഴരുത്. അത് കുട്ടിക്ക് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും കുട്ടിക്ക് കൊടുക്കുക.
ഒരിക്കലും അത് നല്ല കോലത്തിലായിരിക്കും കുട്ടിയുടെ ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്യുക, അത് വേറെ രൂപത്തിലേക്ക് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എപ്പോഴും നല്ല കോലത്തിൽ എന്ത് ചെയ്യുക, നല്ല വളരെ പോസിറ്റീവായിട്ടുള്ള കുട്ടി എന്ത് പ്രശ്നങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് രീതിയിൽ ശരിയാവും എന്നുള്ള രീതിയിൽ തന്നെ കുട്ടിയെ കേട്ട് കുട്ടിയെ മനസ്സിലാക്കി കുട്ടിയെ ഉൾക്കൊണ്ടിട്ട് നമ്മൾ തീരുമാനം എടുക്കുക. സ്വാഭാവികമായിട്ട് കുട്ടിയും എന്ത് ചെയ്യും, അത് ഉൾക്കൊള്ളും. ആ രൂപത്തിൽ കുട്ടിയും തീരുമാനം എടുക്കാൻ തുടങ്ങും. വലിയൊരു മാറ്റമായിരിക്കും കുട്ടിയുടെ ലൈഫിൽ ഉണ്ടാവുക. കുട്ടിയുടെ ബ്രെയിൻ വലിയ രൂപത്തിലായിരിക്കും ഡെവലപ്പ് ആവുക. ഇതാണ് 12ാമത്തെ സ്ട്രാറ്റജി, കണക്ട് ത്രൂ കോൺഫ്ലിക്റ്റ്. പ്രശ്നങ്ങളിലൂടെ കുട്ടിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. അതാണ് ഇതിൻ്റെ പേര്, കണക്ട് ത്രൂ കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റിലൂടെ നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല, പക്ഷെ എല്ലാത്തൊരു കോൺഫ്ലിക്റ്റിന് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കണക്ട് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്തു, അല്ലെങ്കിൽ കുട്ടിയെയും കൂടെ കൂട്ടിയിട്ട് ഒരു കോൺഫ്ലിക്റ്റിലേക്ക് കൂട്ടിയിട്ട് നമ്മളെ കുട്ടി അതിനുള്ള പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്തി. അത് അല്ലെങ്കിൽ കുട്ടി ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്തിട്ട് നല്ലൊരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തിച്ചു. ഇതാണ് 12ാമത്തെ സ്ട്രാറ്റജി. അപ്പോൾ ഇതുവരെ പറഞ്ഞ 12 സ്ട്രാറ്റജി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇനി ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഈ 12 സ്ട്രാറ്റജിൻ്റെ പേരും ഒന്ന് എഴുതിയിട്ട് നമ്മൾ ഗ്രൂപ്പിലൊന്ന് ഇടണം കേട്ടോ. 12 സ്ട്രാറ്റജിൻ്റെ പേരും നോട്ടിൽ നിങ്ങൾ എഴുതിയിട്ട്, ആ പേര് മാത്രം മതി, എഴുതിയിട്ട്